കാർത്തിക് ഇവിടെ നിൽക്കുകയാണോ? മോൾക്ക് കഴിക്കാനൊന്നും എടുത്ത് വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ടൊന്നും എന്ന് നോക്ക്. ഉള്ള മുട്ട മുഴുവനും പൊട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റ ഒരുത്തിയാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പുകയെടുത്ത് തുടങ്ങിയാണ്. അതൊക്കെ പറ, അവര് കേൾക്കണ്ട. ഒന്ന് മാറിക്കേ. അയ്യോ, ഇത് ഞാൻ ഇവരെ ഇറങ്ങിയില്ലേ? ഒന്ന് പിടിച്ചേ. സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. വെച്ചോ, ഞാൻ എങ്ങനെ ഇരുന്നതെന്നറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ, ഒന്നും വിചാരിക്കല്ലേ. മനപ്രയാസം കൊണ്ടാണ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടല്ലോ. ഞങ്ങൾ കൊടുത്തേച്ച് വരാവേ. ഈ വീടാണോ? അല്ല, ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓനാണെന്ന് ഇതുപോലെ 4 ഇരട്ടി അടിച്ചാലും മാത്തച്ഛൻ 4 കാലേ വീട്ടിലെത്തു. അതെ കാശ്. ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ച? നീയാ? വീട് മാറിപ്പോയോ? നീ എവിടുവാ? പെണ്ണുമ്പഴാടാ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? കള്ള പന്നി. എടി അല്ലമ്മ വേണ്ട. എടി അല്ലമ്മ അല്ലമ്മ എടി അല്ലമ്മ. ഉണ്ട്. നാട്ടുകാരെ കൊണ്ട് 2 പറയിപ്പിക്കാതെ ഈ പടിയേറി വാമനുഷ്യ. പടി കയറത്തില്ല. എടി താറാവുകാരനാകേടെ മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ 2-3 വർഷമായി സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവും ഞാൻ കാണിച്ചു തരാവടി. എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടല് വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. നിന്റെ അപ്പനാഹായിക്കാടി ഓണം. എന്നതാ പറഞ്ഞേ? ഇയാളാണോ? ഞാൻ തേങ്ങ വീണാണ്. ഇതുപോലാണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്നെ പൊന്നെ സാറേ, ആശുപത്രി കൊണ്ടുപോയോ? എന്റെ കാലൊടിഞ്ഞ് പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയും നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അയ്യോ, അതേ മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാമോ? ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കല്ലേ, ഇയാളെ വാ കൂടെ തുന്നി കെട്ടണം. എന്റെ അപ്പന്റെ വായാ തുന്നിക്കെട്ടി. ഇതിന്റെ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതാ. ഓരോന്നൊക്കെ സമയത്ത് സമയത്തൊന്ന് കരുക്കണം. ഈ ഒറ്റ ഇതിനൊക്കെ കാരണക്കായി. ഞാനെന്ത് ചെയ്യും? ഇതെന്നാ പ്ലാസ്റ്റിക് ചോറ്റുപാത്രം എങ്ങോട്ടാ? ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാ. ഏതായാലും നിങ്ങൾ എത്തിയ നന്നായി. അതന്നെ, റാച്ചിന്റെ ബ്രദറും വൈഫും വന്നിരുന്നു. എന്റെ ബ്രദറും വൈഫും? അതാരാ? മണ്ണാർക്കത്തിന് മാത്തക്കെന്ന് പറഞ്ഞു. ഭർത്താവേ, അവരിവിടെ വന്നിരുന്നോ? അപ്പൊ നിങ്ങളുടെ ആരുമില്ലേ? ഏയ്, അപ്പച്ചന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ള വല്ല 10ഓ 15ഓ കൊടുത്ത് വിട്ടാ മതിയായിരുന്നു. എന്നതാ നശിപ്പിച്ചല്ല, അല്ലെങ്കിൽ അത് ചേട്ടത്തിക്ക് ഒരു സൂക്ഷമില്ല. അതിന് ഇപ്പത്തേക്ക് എന്നെ പറയാനുള്ളത് 4 പ്ലേറ്റിലെ ഒടിഞ്ഞു. ആഹാ, എന്നാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കയറുന്നില്ലേ? അവനവൻ കാശ് മുടക്കിയില്ലേ എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാരുടെ വീട്ടിൽ കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് ആശുപത്രി ഭരിച്ചതാ. ഇന്നലെ വന്നവർ എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലേ കല്യാണം കഴിഞ്ഞു വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ. ഈ പെണ്ണ കണ്ടിട്ട് വാല് മക്കളെന്ന് എനിക്കറിയാൻ മേല. തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടുതൂക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ അങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അമ്പടി ചേങ്ങി, അവളൊരു മുഴുപ്പ്. ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊഴിവെടുത്താ അതെന്നെ സ്വർഗമെന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്തന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളൊരു ഭാവം.
പഠിക്കുന്നില്ലേ? ആ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, ഒരു 20 രൂപയുണ്ട് തന്നെ എന്റെ അക്കൗണ്ടിൽ എഴുതിക്കും. ഞാൻ സ്റ്റാൻഡിൽ അക്കൗണ്ട് എടുത്തോണ്ട് വയ്ക്കും. വെറുതെ ചേട്ടൻ ഇവിടെ ആരുമില്ലേ? പാലാക്ക് വിടുതൽ വന്നില്ലേ? ഇത് എന്നാ പോക്കാ? ഹലോ, മനസ്സിലായില്ല. ഞാൻ നമ്മുടെ റോയ്ച്ചാന്റെ ബ്രദറാ. ചേട്ടത്തി ഇവിടെ ഉണ്ടോ? ആഹാ, നീ വന്നോ? ഇത് റോയ്ച്ചന്റെ ബ്രദറാ. ഇവിടെ ഇവാനീസിൽ പഠിക്കുക. അന്ന് വന്നത് ഇയാളല്ലേ? ഏതിനാ പഠിക്കുന്നത്? നീ ഫസ്റ്റ് ഇയറാ. ഇത് സിസ്റ്റർ അല്ലേ? അതെ. എന്താ പേര്? ശ്രീലക്ഷ്മി. വെരി നൈസ്. വുമൻസിലല്ലേ ഇപ്പൊ പഠിക്കുന്നത്? എനിക്കിങ്ങനെ അറിയാം. അല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ റൂട്ടാണ് വഴി? അല്ല പിന്നെ ഞാനും ഒന്നും നിർത്തണ്ട. പോ നിർത്തേ. നീ ഇവിടെ നിന്ന് പഠിക്കുന്നേ കൊള്ളാം. രാവിലെ കോളേജിൽ പോയാ വൈകിട്ട് 5 മണിക്ക് തിരിച്ചെത്തിക്കണം. അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടന്ന് പാതിരാത്രിക്ക് കയറി വരാനുള്ള പരിപാടിയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. ചേട്ടത്തി, ഇതാ ഞാൻ പറയാം ശരിയാകത്തില്ലെന്ന്. ഞാൻ പറയാൻ കേട്ടില്ലേ? ചേട്ടത്തി ഒരൊറ്റാൾ നിർബന്ധിച്ചിട്ടാ ഞാൻ ഹോസ്റ്റലിൽ പെട്ടിയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. റോയ്ച്ചൻ എന്നതാ അവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനൊന്നും നടക്കത്തില്ല. നിനക്ക് ഇതിനെപ്പറ്റി എന്നെ അറിയാം. ഇവൻ ആരാ പുള്ളിയെന്നറിയാം? വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയാനാ ഇവൻ. കോളേജിൽ നിന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴാ അപ്പച്ചനും അമ്മച്ചി വിവരം അറിയുന്നത്. എന്നിട്ടോ ബാക്കിയൊന്നും പറയാൻ കൊള്ളത്തില്ല. ഞാൻ കൊച്ചു കുഞ്ഞാന്നോ എമർജൻസി ഡിക്ലെയർ ചെയ്തോലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയാൻ? കോളേജിലാകുമ്പോൾ ഇങ്ങനെ കിടക്കാൻ പറ്റും. ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാത്തില്ലല്ലോ. കോളേജിലായിരുന്നപ്പോ അച്ചായന്റെ ഒത്തിരി മനസ്സിലല്ലേ? ഇല്ലിക്കൽ ഇട്ടിച്ചന്റെ മോളുമായിട്ട് അടിജിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. നീ എന്താ നോക്കിക്കുന്നു? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? നീ ഹോസ്റ്റലിൽ നിന്ന് കെട്ടി വന്ന എന്റെ കുടുംബം കൊളന്നുണ്ടാണ്. എനിക്ക് ലിറ്റിച്ചന്റെ തേങ്ങ കൊല പാടിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞ അവളോട് കുറച്ച് നീങ്ങിയിരിക്കാൻ. അപ്പൊ അവളൊരു വലിയ പെൻസിൽ എടുത്ത് കാണിച്ചു വന്നു. വലിയ മമ്മി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു പെൻസിൽ. എന്താ നടന്നു? വണ്ടി വന്നില്ലേ? വണ്ടി സർവീസിനും കൊടുത്തിരിക്കുക. എന്നാ കയറിയട്ടെ. ആ മമ്മി ഇവിടെ ഇരിക്കാം. അന്ന് മോൾക്ക് സാറും താഴെ തമ്മിച്ചോട് പോകുന്നു. ഇതാണ് യഥാർത്ഥ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അല്ല അതറിഞ്ഞോണ്ടല്ലേ വന്നത്. ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോകുന്നുണ്ടോ? തീരുമാനിച്ചില്ല. എന്താ? തീരുമാനിക്കണം. പോണ്ടാന്ന്. ക്രിസ്മസ് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലെ ഇലുമിനേഷൻ ക്രിസ്മസ് ഫീസും ഒക്കെ ഒന്ന് കാണണ്ട. നമുക്ക് ഒരുമിച്ച് പള്ളി പോയനാ. അയ്യോ, ഞാൻ വരില്ല. ശ്രീലക്ഷ്മിയുടെ ചേട്ടനും ചേച്ചി വരുന്നുണ്ടെന്ന് ചേട്ടത്തി പറഞ്ഞിരുന്നല്ലോ. മോളെ എന്താ എന്താ ഇവിടെ? കോളേജിലെ ഒരു നോട്ടിന്റെ ഡൗട്ട്. അവരാരും ഇല്ലാത്തപ്പോഴാണ് നോട്ടിന്റെ ചില്ലറയുടെയും കാര്യം പറഞ്ഞു. അല്ല അതിനൊരു കമ്പൈൻ സ്റ്റഡി. ഒരു കമ്പൈൻ പണി വേണ്ട. മോളെ ഒത്തു പോകും. അവരാരില്ല ഉള്ളപ്പ റൊമാൻസിനെ കുറിച്ച് ഈ തള്ളക്ക് എന്നാ വിവരം ഉള്ളേ? ആരെങ്കിലും ഉള്ളപ്പ വരാനേ. എടു മോനെ, ഇതാരാ? കത്രീന സിംഗ് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞേച്ച്. ഞാൻ ആരോട് പിണങ്ങണ എന്റെ കുഞ്ഞു? വായിച്ചായോ? ഇതാരാ വന്നിരിക്കാൻ നോക്കിയേ? എന്നാടാ ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് പോയേച്ച് പിന്നെ എന്താ ഞാൻ തിരിച്ചു പോകുന്നത്? സ്നേഹമുള്ളവരോടല്ലേ പിണങ്ങാൻ പറ്റൂ.
നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റുമോ? അതെ അവിടെ ആകുമ്പോ സമയമുള്ള ഭക്ഷണവും വായിച്ചതിനെ പറ്റിട്ടുള്ള ചേട്ടത്തേക്ക് പോന്നോ? അയ്യോ ഇതൊന്നെ പറ്റി അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖം കരുവാളിച്ചു ഇനി കൊണ്ട് ഞാൻ ചെയ്യും. ഞാൻ വരട്ടെ. പോയിമോനെ ഒത്ത് നേരത്തെ പറഞ്ഞു കേട്ടോ. മനസ്സിലായില്ലേ? മറ്റേ സ്മോളിന്റെ നേരത്തെ വരാം മോളെ നമുക്ക് അടുത്ത വീട്ടിലാണ്. നാളെ ക്രിസ്മസല്ലേ? ഉസ്താദ് വന്നു. താൻ എവിടെ ആയിരുന്നു? ഞാൻ ഒരു ഓട്ടല്ലായിരുന്നോ കൃഷ്ണ? ഈ ട്യൂഷൻ നിർത്തിയപ്പോ താൻ തുടങ്ങിയോ? അതല്ലടോ, പിന്നെ ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിത്തെടുത്തു. അതിനൊക്കെ പ്രശ്നമൊന്നും തോന്നില്ലല്ലോ. ആഹാ, ഇതാരും ഉസ്താദോ? ആ റോയ്സാണല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞാൻ ഖത്തറിലേക്ക് പോവുക. അപ്പൊ വഴിക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞ് പോകാൻ നേരത്തെ കയറിയതാ. അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകാതിരിക്കും? ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ. ഇനി ഈ പോക്ക് വേണം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. വണ്ടിപ്പണി തന്നെയാണോ? അതല്ല, നമുക്ക് നല്ല ജോലി വേറെ കിട്ടി. വഴിമഹാൽ. വഴിമഹാളോ എന്ന് വെച്ചാ? അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുമല്ലോ, അതാണ് വഴിമഹാൽ. നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലേന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് അവിടെ വഴിമഹാളാ. ആ കെയറോഫിലാണ് എനിക്ക് ഈ സെറ്റ്. കാപ്പി എടുത്തിട്ട് പോ. വേണ്ട, ഹോർലിക്സ് കുടിച്ചാ വരുന്നതേ. മാത്രമല്ല ആളും വെച്ച് ചെയ്യണം. പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ ഇറാഖിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു പോരും. വന്നാൽ ഇപ്പോൾ ഈ വാക്കൻസി ഉണ്ടല്ലോ. ശരി, ഓക്കെ, സീ യു അഗൈൻ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ കാണാൻ. എന്താ? എനിക്ക് തന്നോടെ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സീരിയസ് മാറ്റർ ആകുമ്പോഴേ വീട്ടിൽ വെച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ആ തള്ള വലിയ പ്രോബ്ലമാണ്. ഒന്ന്, നമ്മുടെ മാരേജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാകുന്നത് മതത്തിന്റെ പേരിലായിരിക്കും. ഇപ്പോൾ എവിടെയും അതാണല്ലോ പ്രശ്നം. ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ട്, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. യുനോ, റോയ്ച്ചാനും ചേട്ടത്തെയൊക്കെ തന്നെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് താൻ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താ ഈ പറയുന്നത്? മാരേജോ? അതൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നിക്ക്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്റെ മനസ്സിൽ ചില മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ വെച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് താൻ നാളെ 3:30 ഹോട്ട്സ്പോട്ടിൽ വന്നു. അയ്യോ, ഞാൻ വരില്ല. എന്നാ അങ്ങനെ പറഞ്ഞ് പഠിച്ചേക്കല്ലേ. ഐ വിൽ വെയിറ്റ് ദേർ, യു മസ്റ്റ് കം. ഞാൻ അന്നേ പറഞ്ഞതാ അവനെ ഇവിടെ നിർത്തണ്ടെന്ന്. ഇതുപോലുള്ള ചുറ്റിക്കളിയൊക്കെ അവന്റെ കയ്യിലുള്ളത്. ആ പെണ്ണിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അവൻ ഇവിടെ ആദ്യം വന്നപ്പോഴേ അവളെ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി അവൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അതൊന്നും അല്ലാന്നേ. വെറുതെ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഷിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങനെയായ മുഷിയേണ്ടി വരും. അവനെ ഇവിടെ നിർത്തിയാൽ ശ്രീദേവിയായിട്ട് മാത്രമല്ല ഈ കോളനിയിലുള്ള എല്ലാവരുമായിട്ടും മുഷിയേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അവന് ഹോസ്റ്റലിലേക്ക് അയക്കുന്നത് നല്ലത്. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് മാറ്റണം. ഇനി ഇവിടെ നിർത്തണ്ട. ശ്രീലക്ഷ്മി രഞ്ജിയോട് മിണ്ടാനൊന്നും പോവാറില്ല. ഓരോന്ന് പറഞ്ഞ് അവൻ അവിടെ പുറകെ നടക്കുന്നത്. ശരിയായിരിക്കാം. പെമ്പിള്ളാരുടെ മനസ്സല്ലേ, ആരുകൂടാന്നില്ലല്ലോ. അവളെ ഇവിടെ കൊണ്ടുവരുത്തി ഇങ്ങനെയുള്ള അഫെക്ഷൻ ഒക്കെ ഉണ്ടായാൽ പിന്നെ നമ്മളെ സമാധാനം പറയേണ്ടത്. പെട്ടെന്ന് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാ വീട്ടിൽ എന്ത് പറയും? അത് അവളോട് പറഞ്ഞാൽ മതി. പഠിക്കാനേ സൗകര്യം ഹോസ്റ്റലാണെന്ന് പറയാൻ. നീ കിടക്കാൻ നോക്ക്. ഷൈനി, നീതങ്ങോട്ടാ? ഞാനിന്ന് വീട് വരെ പോവാ. അതിന് ഇത്ര പെട്ടെന്ന്? കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനൊന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു. ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുപോവാ. പിന്നെ എന്ന് രാജേട്ടൻ ഭക്ഷണക്കാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ. കാർത്തിയമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാവോ? നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. ട്രെയിനിങ് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഓ, അതൊന്നും സാരമില്ലെന്നേ. നീ ഇപ്പോഴും മടങ്ങുന്നു. 2 ദിവസങ്ങളിൽ എത്തും. കാർത്തിയമ്മേ, കാർത്തിയമ്മ എന്നെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നാവോ? ഷൈനി, എന്താ പണി? ഷൈനി എവിടെ? മോളി പോയിരിക്കുക. ശ്രീദേവി വന്നോ? ഇല്ല, രാജു സാറുണ്ടല്ലോ. ശരി, അവളെ വിളിക്ക്.
വിളിക്കാം. കണ്ടില്ല. കാപ്പി മുഴുവൻ കരിയില്ല ഷൈനി. ഞാനത് അറിയാതെ ചൂട് കാപ്പിയായിരുന്നു. സോറി. സാരല്ല, കുഴപ്പമില്ല. ഒരു കാപ്പി എടുക്ക്. അവളെന്തി? എങ്ങനെ വരാനാ? എന്തു പറ്റി? പറ്റാതെ സൂക്ഷിക്കണം, എനിക്കത്രേ പറയാണു. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല. രാജസാർ മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയവനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്നാ? ഞാൻ മോളിൽ കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും നീര് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും എന്റെ കർത്താവെ എനിക്കൊന്നും പറയാൻ മേല. നമ്മളെപ്പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയേ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ്ക്കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനിക്കുഞ്ഞിനൊന്നും നിയന്ത്രിക്കണം. കർത്താവിശ്വംസിയായാണ്, ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. എന്നെന്താ വിളിക്കാഞ്ഞ്? റേച്ചിന് തന്നെ വല്ലാതിരിക്കുന്നു. അയ്യോ, അതല്ലേ രസം. കാർത്തിയാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷായി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന് കാപ്പി തെറിച്ച് എന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. നിന്നിവിടെ കത്രീനിച്ചെടുത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാൽ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി? അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി. എന്റെ റോഹിത്തിനല്ലേ? എനിക്ക് ഇതാ. അതെ റോഹിച്ച, ആ കാർത്താനി മുമ്പ് പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടന് ചോറിന് ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്തിയാനിയമ്മയില്ലേ, അവരുണ്ടാക്കി കൊടുത്തോളൂ. എന്നാ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നാ പറ്റി റോഹിത്തിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ